Hi friends, welcome to Chanju and Arish Vlogs. കീം അടുത്തു വരികയാണ്. സ്വാഭാവികമായിട്ടും കീമിലെ അഡ്മിഷൻ എങ്ങനെയാണ് എക്സാം, ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഡൗട്ട്സ് ആണ്. അതാണ് ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നത്. കീം എന്ന് പറയുന്നത് നമ്മുടെ കേരള ഗവൺമെന്റ് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസിന് വേണ്ടിയുള്ള അഡ്മിഷന് വേണ്ടി നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഒരു സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് കീം. എയിംസും നീറ്റും പോലെയുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റ് തന്നെയാണ് കീം. ഇത് ഓഫീസ് ഓഫ് ദ കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാം ആണ് ഈ കീം എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ കുട്ടികളുടെ കഴിവ് തെളിയിക്കേണ്ട ഒരു ടെസ്റ്റാണ് ഈ കീം. ഇതിൽ 2 പാർട്സ് ആണുള്ളത്. പാർട്ട് 1 മാത്തമാറ്റിക്സ്, പാർട്ട് 2 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ക്ലാസ് 12 എത്ര മാർക്ക് നേടിയോ, കീം 2020 എക്സാമിന് എത്ര മാർക്ക് നേടിയോ, ഇവ തമ്മിൽ ഈക്വൽ വെയിറ്റേജ് നൽകിയാണ് അഡ്മിഷൻ എടുക്കുന്നത്. അതായത് കീം 20 എക്സാമിനേഷൻ എത്ര മാർക്ക് നേടി, നമ്മുടെ ക്ലാസ് 12 എത്ര മാർക്ക് നേടി എന്നതിന് 2 ഈക്വൽ വെയിറ്റേജ് നൽകിയാണ് അഡ്മിഷൻ നൽകി വരുന്നത്. മെഡിക്കൽ കോഴ്സിൽ എങ്ങനെയാണ് അഡ്മിഷൻ നേടുക? മെഡിക്കൽ കോഴ്സസ് ഏതൊക്കെയാണ്? ആയുർവേദ, ഹോമിയോ, അഗ്രികൾച്ചർ, ഫിഷറീസ്, യുനാനി, വെറ്ററിനറി, സിദ്ധ, MBBS എന്നിവയിലേക്ക് നീറ്റ് UG റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നൽകുന്നത്. നീറ്റ് ക്വാളിഫൈ ചെയ്യുന്നവർ കീമിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ മെഡിക്കൽ കോഴ്സസിൽ നമ്മളെ അലോട്ട് ചെയ്യുന്നതായിരിക്കും. MBBS-ഉം BDS-ഉം BSMS-ഉം BAMS-ഉം BHMS-ഉം മെഡിക്കൽ കോഴ്സസ് ആണ്. അവർക്ക് എങ്ങനെയാണ് അലോട്ട്മെന്റ് ലഭിക്കുന്നത്? അതായത് നമ്മുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഇവ 3 നോക്കുമ്പോൾ 50% കൂടുതൽ മാർക്ക് നേടിയിരിക്കണം. ബയോളജി സെപ്പറേറ്റ് ആയിട്ട് നോക്കുമ്പോൾ 50% മാർക്ക് കൂടുതലായിരിക്കണം. ഇപ്പോൾ ബയോളജി ഇല്ല എങ്കിൽ ബയോടെക്നോളജി ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. നീറ്റ് ക്വാളിഫൈ ചെയ്യണം. എന്നിവർക്ക് മാത്രമേ, ഈ യോഗ്യതകൾ ഉള്ള കുട്ടികൾക്ക് മാത്രമേ ഈ എക്സാമിൽ അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഹയർ സെക്കൻഡറി എക്സാമിനേഷന് 50% മാർക്ക് കൂടുതൽ വേണം. ബയോളജി സെപ്പറേറ്റ് ആയിട്ട് നോക്കുമ്പോൾ 50% മാർക്ക് കൂടുതൽ വേണം. ബയോളജി ഇല്ലെങ്കിൽ ബയോടെക്നോളജി ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. നീറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം. ഇതിനൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എഞ്ചിനീയറിംഗ് കോഴ്സസിൽ എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വേണ്ട. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി നോക്കുമ്പോൾ 50% കൂടുതൽ മാർക്ക് വേണം. ഇനി മാത്തമാറ്റിക്സ് സെപ്പറേറ്റ് ആയിട്ട് നോക്കുമ്പോഴും 50% കൂടുതൽ മാർക്ക് വേണം. ഇനി മാനേജ്മെന്റ് കോട്ടയ്ക്കാണ് അഡ്മിഷൻ എലിജിബിൾ ആകുന്നതെങ്കിൽ 45% മാർക്ക് മതി. ഇനി കാൻഡിഡേറ്റ് കെമിസ്ട്രി പഠിച്ചിട്ടില്ല എങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇനി കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും പഠിച്ചിട്ടില്ല എങ്കിൽ ബയോടെക്നോളജി ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇനി കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും ബയോടെക്നോളജിയും പഠിച്ചിട്ടില്ല എങ്കിൽ ബയോളജി ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അടുത്ത ആർക്കിടെക്ചറൽ കോഴ്സസിലേക്ക് എങ്ങനെയാണ്? അതായത് നമ്മുടെ നാഷണൽ ലെവൽ അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ ആർക്കിടെക്ചർ ഇതുപോലൊരു എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതാണ് നാറ്റ, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ. അതിന്റെ റാങ്കിന്റെ ബേസിസിലായിരിക്കും ആർക്കിടെക്ചറിലേക്കുള്ള അഡ്മിഷൻ. ഇനി കീം എക്സാം എങ്ങനെയാണ്? ഇതിന്റെ മോഡ് ഓഫ്ലൈൻ ആണ്. ഓഫ്ലൈൻ മീൻസ് പെൻ പേപ്പർ, OMR ഷീറ്റിൽ ബബ്ലിംഗ് ആണ് ഇത് ചെയ്യുന്നത്. ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 120 ആണ്. 120 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ട്. പേപ്പർ 1 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, പേപ്പർ 2 മാത്തമാറ്റിക്സ് ആണ്. ഈ പേപ്പർ 1ലും പേപ്പർ 2ലും ഈച്ച് 120 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്. 5 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഈ എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 hours 30 minutes, 2 മണിക്കൂർ 30 മിനിറ്റ് ആണ്.
മാർക്കിംഗ് സ്കീം 4 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയാൽ ലഭിക്കും. ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് കുറയ്ക്കും. 4 മാർക്ക് ഒരു ക്വസ്റ്റ്യന് ഉണ്ട്. ശരിയായാൽ 4 മാർക്ക് കിട്ടും. അഥവാ ആ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ 1 മാർക്ക് കുറയ്ക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേപ്പർ ഫസ്റ്റില് ഫിസിക്സും കെമിസ്ട്രിയുമാണുള്ളത്. 120 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്കാണ്. അങ്ങനെ ആ പേപ്പർ 1 480 മാർക്ക്. ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് 2 മണിക്കൂർ 30 മിനിറ്റ്സ് ആണ്. അതായത് 150 മിനിറ്റ്സ്. പേപ്പർ സെക്കൻഡ് മാത്തമെറ്റിക്സ് ആണ്. അതിലും 120 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്കാണ്. അങ്ങനെ 480 മാർക്ക്. അതിനും അലോട്ട് ചെയ്തിരിക്കുന്നത് 2 മണിക്കൂർ 30 മിനിറ്റ്, അതായത് 150 മിനിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ കീ ടോട്ടൽ നോക്കുമ്പോൾ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒരുമിച്ച് നോക്കുമ്പോൾ 240 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ടോട്ടൽ മാർക്ക് 960 ആണ്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് 240ഉം മാർക്സ് 960ഉമാണ്. ഇനി ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ എങ്ങനെയാണെന്ന് നോക്കാം. പേപ്പർ 1 ഫിസിക്സ് കെമിസ്ട്രി ആണ്. അതിന് വെർഷൻസ് A1, A2, A3, A4 ഈ വെർഷൻസ് ആണുള്ളത്. A1, A2, A3, A4 വെർഷൻസ് ആണുള്ളത്. മാത്തമെറ്റിക്സിൽ B1, B2, B3, B4 വെർഷൻസ് ആണുള്ളത്. നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ ഫേസിംഗ് ഷീറ്റിലെ ലെഫ്റ്റ് മാർജിന്റെ ടോപ്പ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് വെർഷൻ ഏതാണെന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ടാകും. റോൾ നമ്പർ ഓഡ് നമ്പേഴ്സിലാണ് 3579 എന്നീ നമ്പേഴ്സിലാണ് അവസാനിക്കുന്നതെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ബുക്ക്ലെറ്റ് A1 അല്ലെങ്കിൽ B1, A3 അല്ലെങ്കിൽ B3 ആയിരിക്കും. ഈ റോൾ നമ്പർ ഈവൻ നമ്പർ അതായത് 2468 എന്നീ നമ്പറിലാണ് അവസാനിക്കുന്നതെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് A2 അല്ലെങ്കിൽ B2, A4 അല്ലെങ്കിൽ B4 ആയിരിക്കും. അഡ്മിറ്റ് കാർഡിലുള്ള അതേ വെർഷൻ കോഡാണ് നമുക്ക് കിട്ടുന്നതെന്ന് ആദ്യം ഉറപ്പിക്കുക. അഥവാ നമുക്ക് വേറെയാണ് കിട്ടിയതെങ്കിൽ വെർഷൻ കോഡ് റോൾ നമ്പറുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ ഇൻവിജിലേറ്ററിനെ അറിയിച്ച് കറക്റ്റ് ഇതിലുള്ള വെർഷൻ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് വാങ്ങിക്കുക. ടീം 2020 ക്വാളിഫൈങ് മാർക്സ് എഞ്ചിനീയറിംഗ് എക്സാമിന് അതായത് കീം എക്സാം ക്വാളിഫൈ ചെയ്യാൻ മെറിറ്റ് ലിസ്റ്റിൽ നമ്മുടെ പേര് വരാൻ ആവശ്യമായ മിനിമം മാർക്ക് 10 ആണ്. ഇൻ ഈച്ച് ഓഫ് ദ പേപ്പർ ഓരോ പേപ്പറിലും നമുക്ക് 2 പേപ്പർ ഉണ്ട്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. ഈ പേപ്പർ 1ലും പേപ്പർ 2ലും നമുക്ക് നേടേണ്ട മാർക്ക് 10 മാർക്കാണ്. ഈ എക്സാം ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ 10 മാർക്ക് നേടണം. അതായത് 3 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതിയാകും. മിനിമം മാർക്ക് നേടിയിട്ടില്ല എങ്കിൽ ആ കുട്ടി ക്വാളിഫൈ ചെയ്യില്ല, ഷോർട്ട് ലിസ്റ്റിൽ വരികയുമില്ല. ഒരു ക്വസ്റ്റ്യൻ പോലും ആപ്ലിക്കന്റ് അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ ആ കുട്ടി ഓട്ടോമാറ്റിക്കലി ഡിസ്ക്വാളിഫൈ ആകുന്നതായിരിക്കും. പിന്നീട് ഇൻഎലിജിബിൾ ആണെന്ന് കാണിക്കുന്നതായിരിക്കും. ഫർദർ റൗണ്ട്സ് ഓഫ് അഡ്മിഷനിൽ ഇൻഎലിജിബിൾ ആണെന്ന് കാണിക്കും. ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിസ്ക്വാളിഫൈ ആയിരിക്കും. പിന്നെ റിസർവ്ഡ് കാറ്റഗറി SC, ST അവയ്ക്ക് ഒരു മിനിമം റിക്വയർമെന്റും ഇല്ല. മാർക്സിൽ ഒരു മിനിമം റിക്വയർമെന്റും ഇല്ല. സിലബസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ് ഹയർ സെക്കൻഡറി ലെവൽ അതായത് +1, +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സിന്റെ സിലബസ് തന്നെയാണ് കീമിന്റെയും സിലബസ്. പിന്നെ ക്വസ്റ്റ്യൻസ് കുറച്ച് ലെവലിൽ കുറച്ച് അഡ്വാൻസ്മെന്റ് ആയിരിക്കും. അഡ്വാൻസ്ഡ് ലെവലായിരിക്കും ക്വസ്റ്റ്യൻസ്. കാൻഡിഡേറ്റ്സിന്റെ അറിവ് ആപ്ലിക്കേഷൻ ലെവൽ ചിന്തിക്കണം. എന്നാൽ മാത്രമേ ബെസ്റ്റ് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് അഡ്മിറ്റ് കാർഡ് ഉറപ്പായിട്ടും കൊണ്ടുപോകണം. ക്ലിപ്പ് ബോർഡ് കൊണ്ടുപോകാം. ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ കൊണ്ടുപോകാവുന്നതാണ്. ഇത്രയും മസ്റ്റ് ആണ്. അഡ്മിറ്റ് കാർഡ്, പെൻ, ക്ലിപ്പ് ബോർഡ്. 30 മിനിറ്റ്സിന് മുൻപ് എക്സാം സെന്ററിൽ എത്തിച്ചേരണം. 30 മിനിറ്റ്സിന് മുൻപ് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്.
കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് മാച്ച് ചെയ്യുന്ന രീതിയിൽ അതിന്റെ വേർഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഈ റോൾ നമ്പർ ഓഡ് ഈവൻ റൂളിന്റെ അടിസ്ഥാനത്തിലോ ആണോ എന്ന് നോക്കണം. എല്ലാം കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്യണം. ഇനി OMR ഷീറ്റ്സ് നന്നായിട്ട് കറക്റ്റ് പറയുന്ന രീതിയിൽ ബബിൾ ചെയ്യണം, എന്നാൽ മാത്രമേ അത് കൗണ്ട് ചെയ്യുള്ളൂ. കമ്പ്യൂട്ടറിലാണ് കറക്റ്റിംഗ് ഒക്കെ. സോ അവർ പറയുന്ന രീതിയിൽ തന്നെ ബബിൾ ചെയ്യണം. പിന്നെ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് പഠിക്കണം. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. എക്സാം ഡേ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അഡ്മിറ്റ് കാർഡ് മസ്റ്റ് ആണ്, മാൻഡേറ്ററി ഡോക്യുമെന്റ് ആണ്, കൂടെ കരുതണം. അത് കൊണ്ടുപോകാൻ മറക്കരുത്. പിന്നെ ഫോട്ടോ ID പ്രൂഫ് വെരിഫിക്കേഷന് ഫോട്ടോ ID പ്രൂഫ്, കാൻഡിഡേറ്റ്സ് നെയിമും ഫോട്ടോയുമുള്ള പാൻ കാർഡോ ആധാർ കാർഡോ വോട്ടർ ID കാർഡോ പാസ്പോർട്ടോ എന്നിവ കരുതാം. ബോൾ പോയിന്റ് പെൻ മസ്റ്റായിട്ട് കരുതണം. കാഡ് ബോർഡോ ക്ലിപ്പ് ബോർഡോ കരുതാവുന്നതാണ്. ബ്ലാക്കോ ബ്ലൂ കളറോ ഉപയോഗിക്കാവുന്നതാണ്. എക്സാം ഡേക്ക് എന്തൊക്കെ കൊണ്ടുപോയിക്കൂടാ? കാൽക്കുലേറ്റർ കൊണ്ടുപോയിക്കൂടാ, ഇലക്ട്രോണിക്സ് വാച്ച് കൊണ്ടുപോയിക്കൂടാ, സ്ലൈഡ് റൂൾ, ലോക്ക് ടേബിൾ, മൊബൈൽ ഫോൺ, പേജർ എന്നിവയൊന്നും കൊണ്ടുപോയിക്കൂടാ. കറക്ഷൻ ഫ്ലൂയിഡും കൊണ്ടുപോയിക്കൂടാ. കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് വാച്ച്, സ്ലൈഡ് റൂൾ, ലോക്ക് ടേബിൾ, മൊബൈൽ ഫോൺ, പേജർ, കറക്ഷൻ ഫ്ലൂയിഡ് എന്നിവ എക്സാം ഹാളിൽ അലൗഡ് അല്ല. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.